ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എന്തെങ്കിലും എമർജൻസിയും കാര്യങ്ങളും വരുവാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇത്തിരി എമർജൻസി ആണ്. നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രക്ഷയില്ല. സർവീസൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കണോണ്ടാന്ന് തോന്നുന്നു. സഹിക്കാനേ പറ്റില്ല. രാത്രി തുടങ്ങിയ നല്ല വേദനയാണ്. സഹിച്ചു പിടിച്ച് ഇത്ര നേരമൊക്കെ എത്തിച്ചു ഞാൻ. പക്ഷേ നിർത്തിയില്ലാണ്ടായപ്പോഴത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ യൂബർ വിളിച്ചിട്ടുണ്ട്. യൂബർ വരും. അപ്പം ഞാനും അമ്മയും അപ്പുണ്ണിയും കൂടെ പോവും. കടന്നേരം കുറേ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ വർക്കിന് പോയിക്കും. അപ്പോൾ അവിടെ നിന്ന് വന്നോളും. അപ്പം ഇനി അവിടെ ചെന്ന് ഏതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും, എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പലതൊക്കെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ പിന്നെ വിശേഷമായിട്ട് പറയാം കേട്ടോ. ചിലപ്പോൾ ഇനി മിക്കവാറും ബേബി ആയിട്ട് തന്നെ വരുള്ളൂ. അതല്ല എങ്കിൽ ഡയറക്റ്റ് വേണം. അല്ലെങ്കിൽ ബേബീനെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കണഞ്ഞേനെ വന്നെടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തു. കണഞ്ഞേൻ്റെ വർക്കിന് പോയതുകൊണ്ട് കണഞ്ഞേൻ്റെ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നോളൂ. നമ്മൾ യൂബറിന് നേരെ വിട്ടടിച്ച് പോകുമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങി എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ സഹിച്ച് പിടിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം വരെ നിന്നു. ഇവരൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് നിന്നതാണ്. പക്ഷേ നിവർത്തിയില്ലാണ്ടായപ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ നല്ല ടെൻഷനിലാണ് കേട്ടോ. കാരണം എനിക്ക് നല്ല പെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവർ നേരെ ലേബർ റൂമിലോട്ട് കയറ്റി. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുഞ്ഞാവ് വന്നത് നോക്കി എനിക്ക് എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷനിലടിച്ച് ഇവിടെ അമ്മ വായി നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 8/10/2025 5:47 PM ഞങ്ങളുടെ രാജകുമാരി ലാൻഡ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഇവളെങ്ങനെ ഡെലിവറി ചെയ്തെടുത്തത് കേട്ടോ. നമ്മളെല്ലാവരും പെങ്കൊച്ചിനെയാണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ആൺകുട്ടിയായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന പെങ്കൊച്ചായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് പെങ്കൊച്ചിനെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. എൻ്റെ ഡെലിവറി സമയത്ത് കാര്യം പറയുവാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉള്ള പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. ടെൻഷൻ അടിച്ച് എൻ്റെ പ്രഷറൊക്കെ ഇച്ചിരി കൂടിപ്പോയി. പൾസ് റേറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഡെലിവറി ചെയ്തെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ആവശ്യമില്ല ടെൻഷൻ അടിച്ച് പ്രഷറൊക്കെ കൂടുന്നതിന് നല്ലത് നമ്മൾ റിലാക്സ് ആയിട്ട് പ്രസവിക്കണം കേട്ടോ. പക്ഷേ ആ വേദന വരുമ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകും. അത് വേറെ കാര്യം. ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് പ്രഷറൊക്കെ എപ്പോഴും നോർമലായിരുന്നു. പക്ഷേ ആ ടൈമിൽ എനിക്ക് പ്രഷർ കൂടിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ. ആ ടൈമിൽ അത്ര വേദന വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അത്ര വേദനയായിരുന്നു കേട്ടോ. എനിക്ക് പറയാൻ കൂടെ പറ്റത്തില്ല. എൻ്റെ പൊന്നു, എൻ്റെ ഡെലിവറി സ്റ്റോറി അടിപൊളിയായിരുന്നു. എനിക്ക് അത്രക്ക് അടിപൊളി പെയിനായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് കാത്തിനു ശേഷമാണ് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ കൊച്ചിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൊച്ചിന് ആ സമയത്ത് ഷുഗർ കുറവായിരുന്നു. അപ്പോൾ അവളെ വേഗം NICയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മാത്രമാണ് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. അപ്പോൾ അമ്മയും കണഞ്ഞേനും സൂബിയും പ്രഭീഷേടനും മുത്തുമണി അപ്പുണിയൊക്കെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാത്രിയൊക്കെ മാറി ഉറക്കം നിന്നിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് NICയിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി പാല് കൊടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം നമുക്ക് കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മഞ്ഞപ്പം ആയതുകൊണ്ട് വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഡിസ്ചാർജ് ചെയ്ത സമയത്താണ് തിരിച്ച് കുഞ്ഞുവാനെ കൊണ്ടു തന്നത്. അപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ ലേബർ റൂമിലെ സിസ്റ്റർമാർക്ക് പോയിട്ട് ചോക്ലേറ്റ് കൊടുക്കാമെന്ന് വെച്ചു. ഓൾറെഡി പ്രാവശ്യം കൊടുത്തത്. എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് വീണ്ടും ഒന്നും കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കൊടുത്തു. സിസ്റ്റർമാരൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അവരവരുടെ വർക്കിനല്ലേ. അപ്പോൾ അതൊന്നും നമ്മളെടുത്തില്ല. നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തത്. കുട്ടി വീഡിയോസാണ്. വലിയ ഹെവി വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. യൂബർ വന്നിട്ടുണ്ട്. അപ്പോൾ യൂബറും കയറി പോകാമെന്ന് വിചാരിച്ചു. കണ്ണഞ്ചേട്ടൻ വണ്ടിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വർക്കിൻ്റെ ഇടയിൽ കയറി പോകുന്നതാണെന്നല്ലോ. അപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു കണ്ണഞ്ചേട്ടൻ. അപ്പം ഞാനും അപ്പുണ്ണിയും കുഞ്ഞാവേയും അമ്മയും കൂടെയാണ് യൂബറിന് കയറി പോയത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ അനിയത്തി പൊടിമോളും കണ്ണഞ്ചേട്ടനും അപ്പുണ്ണിയും കൂടെ പോയിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കേട്ടോ. കാരണം വാവേനെയും കൊണ്ട് ആദ്യമായിട്ട് ചെല്ലില്ല. അപ്പോൾ ഒരു സർപ്രൈസായിട്ട് ഒരു എൻട്രി വേണമല്ലോ എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരുണി എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. ഒറിജിനൽ പേര് അതല്ല കേട്ടോ. ഒറിജിനൽ നമ്മൾ ഒഫീഷ്യലായിട്ട് പിന്നെ പറയുന്നതാണ്. അപ്പോൾ അപ്പുണ്ണിക്ക് ഒന്ന് മാച്ച് ചെയ്താണ് താരുണി എന്നിട്ട്. പിന്നെ നമുക്ക് താരൂട്ടി താരുമ്മ എന്നൊക്കെ വിളിക്കാമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.